ജാനുവരി 2025 നമ്മുടെ വാർഷിക വിലക്കയറ്റം CPI ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ 4.31 ആയിട്ട് കുറഞ്ഞു. അത് ഒക്ടോബറിൽ, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 6.2 ആയിരുന്നു. ഇപ്പൊ 25 നോക്കുകയാണെങ്കിൽ 22-ലും 23-ലും 24-ലും ഇപ്പൊ 25-ലും ഇക്കോണമിസ്റ്റ് മാഗസിൻ 22-ൽ പറഞ്ഞത് 100% ശരിയായി. ഇന്ത്യ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമൊന്നും 50 കോടിയാണ് ഒരു ദിവസത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. ഫിസ്ക്കൽ കൺസോളിഡേഷൻ ഞാൻ തുടക്കം പറഞ്ഞു, നമ്മുടെ കമ്മി കുറച്ചു കൊണ്ടുവരേണ്ടത്. അത് ഇക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് സീരിയസ് ഇക്കണോമിക്സ് സ്റ്റുഡൻസിന് മാത്രമേ അതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാവുള്ളൂ. സർക്കാർ വരുമാനത്തിനേക്കാളും കൂടുതൽ ചെലവ് ചെയ്യുമ്പോഴാണ് ധനക്കമ്മി ഉണ്ടാവുന്നത്. ഈ ധനക്കമ്മി ഫൈനാൻഷ്യൽ ഇയർ 21 കോവിഡ് കാരണം സർക്കാരിന് ഒരുപാട് പണം ചെലവിടേണ്ടതായിട്ട് വന്നല്ലോ. സർക്കാർ ജനങ്ങൾക്കൊക്കെ തന്നെ പണം ജൻധൻ അക്കൗണ്ടിലൊക്കെ കൊടുത്തു. അങ്ങനെ 9.2 GDP-ന്റെ 9.2% എന്നുള്ള ഉയർന്ന നിരക്കിലെത്തി. പിന്നീടുള്ള ഓരോ വർഷത്തിലും 6.7, 6.4, 5.6, ഈ വർഷം 4.8, ഫൈനാൻഷ്യൽ ഇയർ 25 4.8 എന്നുള്ളത് നിങ്ങൾക്ക് സ്ലൈഡിൽ നിന്ന് വായിക്കാൻ പറ്റുന്നത് 9.2 4.8 ആയിട്ട് കുറച്ചു ഈ വർഷത്തില്. അടുത്ത വർഷത്തേക്കുള്ള BE എന്ന് പറഞ്ഞ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ്. ഫൈനാൻഷ്യൽ ഇയർ 26-ലേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.4% ആണ്. ദിസ് ഇസ് എ മേജർ സക്സസ്. ഇക്കോണമിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഈ ബജറ്റിനെ പ്രൈസ് ചെയ്യുന്ന ഒരു ഘടകം, ഇൻകം ടാക്സ് റിലീഫിന്റെ കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രൈസ് ചെയ്യുന്ന ഒരു ഘടകം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഇതാ പറഞ്ഞത്, ഫിസ്ക്കൽ കൺസോളിഡേഷൻ. കാരണം ഇങ്ങനെ കമ്മി കുറച്ചുകൊണ്ടുവന്നാൽ മാത്രമാണ് പലിശ ഭാരം കുറച്ചിട്ട് കൂടുതൽ പണം സർക്കാരിന് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ തന്നെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് ദാറ്റ് ഇസ് എ മേജർ അച്ചീവ്മെന്റ്, ഫിസ്ക്കൽ കൺസോളിഡേഷൻ. അത് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ വർദ്ധിപ്പിക്കും. മാത്രമല്ല വിലക്കയറ്റം കുറയും. വിലക്കയറ്റം ഇപ്പൊ ഇന്നലെ വൈകിട്ട് ഞാൻ ബജറ്റിന് ഈ ഒരു പിന്നെ സ്ലൈഡിനൊന്ന് റിവൈസ് ചെയ്തത് ഇന്നലെ വൈകിട്ട് അതിന്റെ ഡേറ്റ വന്നിരുന്നു. ഇന്ന് പത്രത്തിൽ ഉണ്ടാവും അത്. ജാനുവരി 2025 നമ്മുടെ വാർഷിക വിലക്കയറ്റം CPI ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ 4.31 ആയിട്ട് കുറഞ്ഞു. അത് ഒക്ടോബറിൽ, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 6.2 ആയിരുന്നു. RBI റിസർവ് ബാങ്കിനെ ഏറെ വ്യാകുലപ്പെടുത്തിയിട്ടുള്ള 6.2, അത് ഹൈ റേറ്റ് ആണ്. റിസർവ് ബാങ്കിന്റെ ടോളറൻസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 4% ±2%. അപ്പൊ പരമാവധി 6 വരെ പോവാം. 6.2 വർദ്ധിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ. പിന്നെ അത് കുറഞ്ഞു, ഡിസംബറിൽ 5.22 ആയിട്ട് കുറഞ്ഞു. ഇപ്പൊ ജാനുവരിയിൽ 4.31 കുറഞ്ഞു. അത് കുറയാനുള്ള പ്രധാന കാരണം, ഇതും ഇക്കണോമിക്സ് അറിയെങ്കിൽ അത് മനസ്സിലാവുള്ളൂ, മാക്രോ ഇക്കണോമിക്സ് അറിയണം. 4.31 വിലക്കയറ്റം പ്രധാനമായിട്ട് കുറയാനുള്ള കാരണം ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി കുറഞ്ഞതാണ്. ഇതൊരു എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഷയം കാരണം ഞാൻ ചിലപ്പോൾ അരമണിക്കൂർ തന്നെ സംസാരിക്കും, സമയമില്ല, അതൊന്നും അതിലേക്ക് പോകുന്നില്ല. മാത്രമല്ല ഇന്ത്യക്ക് നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ട്. അടുത്ത പോയിന്റിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ പ്ലീസ്. അടുത്ത സ്ലൈഡ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇക്കോണമിസ്റ്റ് മാഗസിൻ ഇന്ത്യനെ എപ്പോഴും വിമർശിച്ചിട്ടുള്ള, ഇന്ത്യന്റെ സാമ്പത്തിക നയങ്ങളെ വിമർശിച്ചിട്ടുള്ള ഒരു മാഗസിനാണ്, പ്രസിദ്ധമായിട്ടുള്ള മാഗസിനാണ് ഇക്കോണമിസ്റ്റ് മാഗസിൻ. പക്ഷെ 2022 അവർ അവരുടെ വിമർശനമൊക്കെ മാറ്റിവെച്ച് ഇന്ത്യയെക്കുറിച്ച് ഒരു കവർ സ്റ്റോറി തന്നെ ചെയ്തു. ഇന്ത്യയെക്കുറിച്ചായിരുന്നു. അതിലവർ പറഞ്ഞ വാചകമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. മെയ് 2022 എന്താണ്? A noble confluence of forces stand to transform the Indian economy over the next decade, improving the lives of 1.4 billion people. 140 കോടി ജനങ്ങളുടെ ജീവിതം വളരെയധികം ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏഷ്യയിലത്തെ ശാക്തിക ബലാബലം, ബാലൻസ് ഓഫ് പവറും കൂടെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. As the country emerges from the pandemic, however, a new pattern is visible. It is unlike anything that you have seen before. മുമ്പത്തെ മാതിരിയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. These changes explain why India is slated to be the fastest growing big economy in the world in 2022 and has a chance of holding on that title for years. 2022 പറഞ്ഞതാണ്, അക്ഷരം പ്രതി ശരിയായി. ഇപ്പൊ 25 നോക്കുകയാണെങ്കിൽ 22-ലും 23-ലും 24-ലും ഇപ്പൊ 25-ലും
ഇക്കോണമിസ്റ്റ് മാഗസിൻ 22 പറഞ്ഞത് 100% ശരിയായി. ഇന്ത്യ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി. അതിനുള്ള കാരണം ഒരുപാട് റീഫോംസ് ആണ്. അതിലേക്ക് പോവാം, അടുത്തേക്ക് പോവാം. അപ്പൊ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ആ ഇക്കോണമിസ്റ്റിന്റെ ആർട്ടിക്കിൾ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാചകം എടുത്തിട്ട് ഈ സ്ലൈഡിൽ അത് വെച്ചത്. എന്താ പ്രധാനമായിട്ടുള്ള സ്ട്രക്ചറൽ റീഫോംസ് ചേഞ്ചിങ് ദി ഇക്കോണമി? ഒന്ന്, ഇന്ത്യയുടെ ഹൈവേ നെറ്റ്വർക്ക്. ഹൈവേയിൽ വലിയ തോതിൽ നമ്മുടെ ഏറ്റവും നല്ലൊരു മന്ത്രി നമ്മുടെ സർക്കാരിന്റെ ക്യാബിനറ്റിൽ, കേന്ദ്ര സർക്കാരിലെ നിതിൻ ഗഡ്കരിയാണ്. കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് അദ്ദേഹം പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കും. നമ്മുടെ ഹൈവേ നെറ്റ്വർക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ ഇരട്ടിയായി. നമ്പർ ഓഫ് എയർപോർട്ട്സ് 70 നിന്ന് 140 ഇപ്പൊ 150ന്റെ മുകളിലേക്കാണ്. ഇനി 200ന്റെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ടാർഗറ്റ്. ഡൊമസ്റ്റിക് എയർലൈൻ ട്രാഫിക് 3 മടങ്ങ് വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന എയർലൈൻസ് ഉള്ള എയർലൈൻ ഇൻഡസ്ട്രി ഉള്ള രാജ്യം ഇപ്പൊ ഇന്ത്യയാണ്. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി 40 മടങ്ങ് വർദ്ധിച്ചു. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും. 90% അഡൾട്ട് പോപ്പുലേഷനും സ്മാർട്ട് ഫോൺ ഉണ്ട്. സ്മാർട്ട് ഫോൺ കാരണം നമുക്ക് ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള വൈകിട്ട് നല്ല ഫ്രഷ് മീൻ വരും, അവിടെ മത്സ്യം വരും. മത്സ്യം വാങ്ങാൻ പോയിട്ട് അതിലൊരു വണ്ടിയിൽ കൊടുത്തിട്ടാണ് അവിടെ വിൽക്കുന്നത്. സ്ഥിരം വലിയ കടയല്ല, വണ്ടിയിൽ കൊടുന്ന് വിൽക്കുന്നത്. ആ ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം ചാവക്കാട് നിന്നൊക്കെ പിടിക്കുന്നത്, ചേറ്റുവെന്ന് പിടിക്കുന്നത് വരുന്നതാണ്. അവിടെ മത്സ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കുന്നത് ഗൂഗിൾ പേ കൂടിയാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ റോഡ് സൈഡിലെ അത് ഉമാ മാം അവരുടെ തുടക്കത്തിലെ റിമാർക്സിൽ പറഞ്ഞു, പണ്ട് നമ്മൾ റൊട്ടി കപ്പട ഓർ മക്കാൻ എന്നുള്ളതാണ് നെസസറീസ് എന്ന് പറഞ്ഞിരുന്നത്, അത്യാവശ്യ വസ്തുക്കൾ. റൊട്ടി കപ്പട ഓർ മക്കാൻ. ഇപ്പോ റൊട്ടി കപ്പട മക്കാൻ ഓർ മൊബൈൽ ഹാസ് ബിക്കം എ കമോഡിറ്റി ഓഫ് കോമൺ കൺസംഷൻ. ഓൾമോസ്റ്റ് എവ്രി വൺ ഹാസ് ദാറ്റ്. അതുകൊണ്ടാണ് ഈ ഗൂഗിൾ പേ ഒക്കെ ആയതും പണം സ്പെൻഡ് ചെയ്യുന്നത് തന്നെ വളരെ എഫിഷ്യന്റ് ആയത്. ഇപ്പൊ ജാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. നമ്മൾ ഇതിൽ ഏറ്റവും അവസാനത്തെ ലൈൻ നോക്കി നോക്കൂ, ജാം ട്രിനിറ്റി, ജൻധൻ ആധാർ മൊബൈൽ, അതാണ് ജാം എന്ന് പറയുന്നത്. ജൻധൻ അക്കൗണ്ടുകളുണ്ട് സാധാരണ ആളുകൾക്ക് വേണ്ടി, സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടുകളാണ്. അതിന് മിനിമം ബാലൻസ് ഒന്നുമില്ല. സർക്കാർ എന്നിട്ട് ആ പണം എനിക്ക് ഈ അക്കൗണ്ടിലേക്ക്, ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങളാണെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം സർക്കാർ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. പണ്ട് രാജീവ് ഗാന്ധി 85 അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിലെ ഒരു വാചകം ഇക്കോണമിസ്റ്റുകൾ സ്ഥിരമായി പറയാറുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? സർക്കാർ 100 രൂപ ചെലവാക്കുമ്പോൾ 15 രൂപയാണോ ആർക്ക് വേണ്ടിയാണോ പണം ചെലവാക്കുന്നത് അവർക്ക് എത്തുന്നുള്ളൂ. ബാക്കി 85 രൂപയും വേസ്റ്റ് ആയിട്ട് പോവാണ്. ബ്യൂറോക്രസി, റെഡ് ടേപ്പിസം, കറപ്ഷൻ ഒക്കെ ആയിട്ട്. നമ്മുടെ ട്രൈബൽ പോപ്പുലേഷന്റെ, ഗിരിവർഗക്കാരുടെ ഉന്നമനത്തിന് കേരള സർക്കാരിനെ 100 കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ അവരിലേക്ക് എത്തിക്കുന്നത് 10% താഴെയാണ്. ഇപ്പൊ ഹരിജൻ ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു IAS ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ആ IAS ഓഫീസേഴ്സിന്റെ സാലറി, IAS ഓഫീസേഴ്സിന്റെ കാറുകൾ, ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, അവരുടെ ശമ്പളം, ഇതാണ് പ്രധാന ഭാഗം. അതിൽ 15% പിന്നെ ട്രൈബൽസിന് കിട്ടുന്നുള്ളൂ. നേരെ വെച്ച് ഡിജിറ്റൽ പേയ്മെന്റ് വരുന്ന സമയത്ത് ആ സംവിധാനം ആകെ മാറുകയാണ്. ഡിജിറ്റൽ പേയ്മെന്റ്സ് വരുമ്പോൾ ഇപ്പൊ ജൻധൻ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ സ്പെൻഡ് ചെയ്യണു. ആ പണം കിട്ടുന്ന ആൾക്കാർ അത് പൈസ സ്പെൻഡ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഗൂഗിൾ പേ കൂടെ സ്പെൻഡ് ചെയ്യണു. വിദ്യാഭ്യാസം ഒന്നും വേണമെന്നൊന്നുമില്ല, ഗൂഗിൾ പേ നടത്താനൊക്കെ വേണ്ടിയിട്ട് സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഡിജിറ്റൈസേഷൻ. ഡിജിറ്റൈസേഷനിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടക്കുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമൊന്നും, 50 കോടിയാണ് ഒരു ദിവസത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. 50 കോടി. ഞാനൊരു ദിവസം മിനിമം ഒരു 3-4 ഡിജിറ്റൽ പേയ്മെന്റ്സ്, ക്യാഷ് ഉപയോഗിക്കുന്നേ ഇല്ല, കഴിയുന്നത്രേ. അപ്പൊ 50 കോടി ട്രാൻസാക്ഷൻ ഒരു ദിവസം. നിങ്ങൾ എല്ലാവരും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടാവും, GPay ചെയ്യുന്നുണ്ടാവും, Paytm ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഇന്ത്യയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ നോർത്ത് അമേരിക്ക മൊത്തം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും നോർത്ത് അമേരിക്കത്തെ എല്ലാ രാജ്യങ്ങളും കൂടി കഴിഞ്ഞാൽ എത്രയാണോ അതിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ ഒറ്റ ദിവസം നടക്കുന്നുണ്ട്. എൻ്റയർ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളിലും കൂടി നടത്തുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനേക്കാളും ഇന്ത്യയിൽ ഒരു ദിവസം നടക്കുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും നമുക്കൊരു UID കിട്ടി. അതിന് പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചത്, എന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് നന്ദൻ നിലക്കനിയാണ് കേട്ടോ. സർക്കാരുകൾക്കല്ല അതിന്റെ ക്രെഡിറ്റ്. നന്ദൻ നിലക്കനി
നമുക്ക് ആധാർ എന്നുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള UID, അതായത് ഐറിസ്, കൃഷ്ണമണി ഐറിസും തമ്പിന്റെ വിരലടയാളം. ലോകത്തിൽ 750 കോടി ജനങ്ങളാണെങ്കിൽ 750 കോടിയാണ് വിരലടയാളം. ഫോർ ഈച്ച് പേഴ്സൺ ഇറ്റ് ഈസ് യുണീക്ക്. അപ്പൊ യുണീക്ക് ID ബേസ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കിയത് നന്ദൻ നിലയ്ക്കലിയാണ്. അതാണ് പിന്നീട് ആധാറിലേക്ക് വന്നത്. പിന്നെ ആധാറും പാനും തമ്മിൽ ലിങ്ക് ചെയ്തപ്പോൾ നാച്ചുറലി അതിനകത്ത് കളതരങ്ങൾ ഒരുപാട് പോയി. ആധാറും പാനും തമ്മിൽ ലിങ്ക് ചെയ്ത സമയത്ത് ഫ്രോഡ് പാനിലൂടെ ഇന്ത്യയിൽ ഏകദേശം 6 കോടി പാനുകൾ ഉണ്ടായിരുന്നു പിന്നീടാണ് മനസ്സിലാക്കിയത്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പിന്നെ ആ തരത്തിൽ ആ ലിങ്കിങ് ആണ് പിന്നീട് നമുക്ക് ഈ UPI ട്രാൻസാക്ഷൻ, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് UPI, അത് സാധ്യമാക്കിയത് ഈ നമ്മുടെ ഈ യുണീക്ക് ഐഡന്റിറ്റിയാണ്, ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റിയാണ്. അതിന്റെ ബുദ്ധികേന്ദ്രം നന്ദൻ നിലയ്ക്കലിയാണ്, ഇൻഫോസിസിന്റെ ഒരു ഫൗണ്ടറായിരുന്ന നന്ദൻ നിലയ്ക്കലി. അപ്പൊ ഇന്ത്യയുടെ ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് മറ്റു രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇല്ല. മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയിൽ വന്ന് ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ആ ഡിജിറ്റലൈസേഷനിലെ നമ്മുടെ മികവ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മേജർ സ്ട്രക്ചറൽ ചേഞ്ചസ്. അടുത്തേക്ക് പോവാം.